ഹലോ ഗായ്, വെൽക്കം ടു നാസ്മിൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രോക്കലി ഇത് വാഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒണിയൻ, ഗാർലിക്, ആൽമണ്ട് ഇത് വാഷ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഇത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോൾട്ട്, ഫ്രഷ് ക്രീം, ബ്രോക്കലി കുഞ്ഞ് പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചീസ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ മഷ്റൂം ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ആഡ് ചെയ്താൽ മതി. ഇത് ഒരു സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത്. ഇനി നമുക്ക് ഒനിയൻ കട്ട് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാതെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലേശം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്കിത് ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് മാറ്റി വെച്ച ബ്രോക്കലി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുപ്പ്, വെച്ച് ഇത് കുറച്ച് നേരം കുക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്രഷ് ചെയ്ത് വെച്ച ബ്രോക്കോളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് സൂപ്പിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. സൂപ്പ് നമ്മൾ സെർവിംഗ് ബൗളിലേക്ക് വയ്ക്കാം. ഇതിലാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചീസ് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രോക്കലി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.